നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ നെല്ലിനെ കുറിച്ചാണ്. ലോകത്തിലെ ഒരു 3/4 ജനങ്ങളുടെയും മുഖ്യമായിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ് അരി. നെല്ലിൽ നിന്നെടുക്കുന്ന അരി, തവിട്, അരിക്കാടി, കഞ്ഞിവെള്ളം, അതുപോലെ മലര്, ഇവയെല്ലാം തന്നെ ഔഷധമായിട്ടും അതുപോലെ ആഹാരമായിട്ടും ഉപയോഗിച്ചു വരാറുണ്ട്. പൊയേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സെറ്റൈവ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ തണ്ടുല, വ്രീഹി എന്നൊക്കെയാണ് നാമധേയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നെല്ലിൻ്റെ നിരവധി ഇനങ്ങളെക്കുറിച്ച് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഉയർന്ന മലമ്പ്രദേശത്ത് വളരുന്ന നെല്ലിന് താഴ്ന്ന് വെള്ളം കെട്ടി പാടങ്ങളിൽ വളരുന്ന നെല്ലിനേക്കാൾ കൂടുതൽ ഔഷധ ഗുണവും അതേപോലെ രുചിയും കൂടുതലാണുള്ളത്. വളർച്ചയുടെ സമയത്ത് ധാരാളം വെള്ളം ആവശ്യമുള്ളതാണ് ഈ നെൽച്ചെടിക്ക്. വെള്ളം പാടങ്ങളിൽ കെട്ടി നിർത്തി പുഞ്ച, വിരപ്പ്, മുണ്ടകൻ എന്നീ 3 കൃഷി സമ്പ്രദായങ്ങളിലാണ് ഇത് അവലംബിച്ചു വരാറുള്ളത്. നേരിട്ട് മണ്ണിൽ വിത്ത് വിതച്ചും അതുപോലെ ഞാറ് നട്ടുമാണ് ഇത് കൃഷി ചെയ്യപ്പെടാറുള്ളത്. ഉമ, ജ്യോതി, കൊടിയൻ, കുറവ, ചിറ്റേണി, ത്രിവേണി, തവളക്കണ്ണൻ, ബസുമതി, നവര എന്നിവയൊക്കെയാണ് ഈ നെല്ലിൻ്റെ ഇനങ്ങൾ. ഇതിനു പുറമെ നിരവധി ഹൈബ്രിഡ് ഇനങ്ങളും ഇന്ന് കൃഷി ചെയ്തു വരാറുണ്ട്. 60 സെൻറ്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ നീളത്തിലാണ് ഈ നെല്ല് വളരാറുള്ളത്. നീർപ്പോള പോലെയാണ് ഇതിൻ്റെ പത്രാധാരമുള്ളത്. 25 മുതൽ 50 സെൻറ്റിമീറ്ററോളം നീളത്തിലാണ് ഇതിൻ്റെ ഇലകൾ വളരാറുള്ളത്. ഇതിൻ്റെ പൂങ്കുല എന്ന് പറയുന്നത് നെൽക്കതിരാണ്. ചള്ളു നെല്ലിൽ പാല് പോലെയും അത് പാകമാകുമ്പോൾ ഈ പാലുറച്ച് അരിയായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഈ അരിയുടെ പുറമേയുള്ള ആവരണമാണ് തവിട്. തവിടോട് കൂടിയ അരിക്കാണ് പോഷകമൂല്യം കൂടുതലായിട്ടുള്ളത്. തവിടിൻ്റെ പുറമേയുള്ള ആവരണമാണ് ഉമി. ആ ഉമിയെ കരിച്ച് ഉമിക്കരിയായി പണ്ട് ഉപയോഗിച്ചു വരാറുണ്ട് പല്ല് തേക്കാനായിട്ട്. എല്ലാവിധ വൈറ്റമിനുകളും, കൂടുതലായി വൈറ്റമിൻ സിയും അതുപോലെ സ്റ്റാർച്ച്, കൊഴുപ്പ്, പ്രോട്ടീൻ എന്നിവയും അരിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. തവിട് കളയാത്ത അരിയിൽ റൈബോഫ്ലേവിൻ, പാന്തോത്തനിക് ആസിഡ് എന്നീ അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ക്ഷീണം അകറ്റുക, ശരീരത്തിന് ഊർജ്ജം നൽകുക എന്നിങ്ങനെ നിരവധി ഗുണങ്ങളാണ് ഈ നെല്ലിനുള്ളത്. കന്നുകാലികളുടെ ഒരു മുഖ്യ ആഹാരമാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വൈക്കോല്. പണ്ട് കാലത്തൊക്കെ ഈ വൈക്കോൽ വീടുകൾ മേയാനായി ധാരാളമായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. നെല്ല് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. കേരളം നെല്ലറകളാൽ സമൃദ്ധമായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് കാണിക്കുന്ന ഈ തരിച്ചുള്ള പാടങ്ങളൊക്കെ നെല്ലുകൊണ്ട് സമൃദ്ധമായിരുന്നു കാലഘട്ടമായിരുന്നു. കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ നിലനിൽപ്പ് തന്നെ, ജീവിതം തന്നെ നെല്ലുകൊണ്ടായിരുന്നു. ഈ നെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ പല വിധത്തിലുള്ള നെല്ലുകളുണ്ട്. ആ നെല്ലിൽ നടക്കുന്ന അരികൾ, ഇപ്പോൾ ആയുർവേദത്തിൽ പല വിധത്തിലുള്ള അരികൾ പറഞ്ഞാൽ ശാഷ്ടികം, നവരയരി, പുരാണശാല്യം, ഇങ്ങനെ പല വിധത്തിൽ അതിൻ്റെ റെഫറൻസുകളുണ്ട്. ഇതിലൊരു നവരയരി എടുക്കുകയാണെങ്കിൽ ഈ നവരയരിക്കൊരു പ്രധാനപ്പെട്ട 90 ദിവസം കൊണ്ട് അത് വിളവെടുക്കും. അത് ശരീരത്തിൽ എളുപ്പം അലിഞ്ഞു ചേരാവുന്നതും പെട്ടെന്ന് ഊർജം കൊടുക്കുന്നതുമാണ്. മാത്രമല്ല അത് ശരീരത്തെ തടുപ്പിക്കുന്നതുമാണ്. ഈ കർക്കിടക മാസത്തിലെ ഈ ഔഷധ കഞ്ഞിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടായി നമ്മൾ ചേർക്കുക ഈ നവരയരിയാണ്. അതുപോലെ ഈ നവരക്കിഴി എന്നൊരു ചികിത്സയുണ്ട്. ഈ കഷായത്തിൽ ആ അരിയെടുത്ത് വേവിച്ച് പാലും ചേർത്ത് അത് കഷായത്തിൽ മുങ്ങിയിട്ടിങ്ങനെ മേലെ കുട്ടികൾക്കൊക്കെ ഈ മെലിഞ്ഞ ശരീരപ്രതികാരക്കും പോളിയോ വന്ന് ശരീരം മാംസം ശോഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നവരക്കിഴി ചെയ്യും. അത് അകത്തേക്കും ഈ പാല് ചേർത്ത് പായസമാക്കിയിട്ട് അകത്തേക്ക് കൊടുത്താൽ കുട്ടികൾ വളരെയോളം തടിക്കും. വലിയ ആൾക്കാർക്കും ഈ എനർജി കിട്ടുന്ന വയസ്സായ ആൾക്കാർക്കൊക്കെ എനർജി കിട്ടാൻ ദിവസത്തിൽ ഒരു നേരം ഈ നവരക്കഞ്ഞി കഴിക്കുക വളരെ നല്ലതാണ്. പിന്നെ ഈ അരിയിൽ
ഓരോ അരിക്കും പല ഗുണങ്ങളുണ്ടെങ്കിലും പൊതുവേ ഇത് ഈ സ്റ്റാർച്ച് കൂടുതലുള്ളതും പ്രോട്ടീൻ കൂടുതലുള്ളതാണ്, ഫാറ്റ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ നവരം ദിവസേന നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഫാറ്റ് കുറവാണ്, പ്രോട്ടീനും ഗ്ലൂക്കോസാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള വിധത്തിലുള്ള ന്യൂട്രീഷൻസ് അതിലുണ്ട്. അത്യാവശ്യം ചില എലമെൻറ്റ്സ് വൈറ്റമിൻസും ഉണ്ട്. ചോറ് മാത്രം കഴിച്ചാലും ഒരു പരിധി വരെ നമുക്ക് എല്ലാ വിധത്തിലുള്ള ആവശ്യമുള്ള പോഷകങ്ങളും കിട്ടുമെന്നുള്ളതാണ്. അത് ഈ തവിട് കലർന്ന അരി വേണം, ചോറ് വേണം. ആ തവിടും കൂടി ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം വൈറ്റമിൻസ് എല്ലാം ഇതിൽ കിട്ടി. അതാണ് തവിടോട് കൂടിയ ചുവന്ന അരി, തവിടോട് കൂടിയ അരിയുടെ കഞ്ഞി ദിവസേന കഴിച്ചാൽ പോഷകക്ഷാമം ഉണ്ടാവില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് പണ്ട് നമുക്ക് അനുഭവമാണ്. പിന്നെ ഈ അരിയുടെ അനുബന്ധിച്ച് അതിലുള്ള ഈ തവിടിന് ഗുണമുണ്ട്. തവിട് നമ്മൾ തവിട് കരിച്ചിട്ടാണ് ഈ പണ്ട് പൽപ്പൊടി ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ചാർക്കോൾ ചേർത്ത പൽപ്പൊടിയിലൊക്കെ വെറും ഈ കരിയാണ്, ഇതിൻ്റെ കരിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിൽ ഈ വർഷക്കാലത്ത് ഈ തവിട് കൊണ്ടുണ്ടാക്കിയ അട, അതിന് തവിടിന് വേറൊരു പേരുണ്ട്, കനകപ്പൊടി എന്ന് പറയും. ഈ കർണാടക സ്റ്റേറ്റിലൊക്കെ കനകപ്പൊടി എന്ന് പറഞ്ഞ് കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. കാരണം ഇതിൽ വൈറ്റമിൻ സി, ബി12 ധാരാളം ഉണ്ട്. അപ്പോൾ ഈ വായിൽ വ്രണം ഉണ്ടാകുന്നതിനൊക്കെ 1 ടീസ്പൂൺ തവിട് നന്നായിട്ട് തേൻ ചേർത്ത് കൊടുത്താൽ, ഈ തവിട് കൊണ്ട് കുറച്ച് ശർക്കരയും ചേർത്ത് അട ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ചടങ്ങ് തന്നെ പണ്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ തവിട് കൊണ്ടുള്ള കിഴി വയ്ക്കും. ഈ വാതരോഗങ്ങളൊക്കെ തവിട് കിഴി കെട്ടി ചൂടാക്കി കഴിഞ്ഞാൽ ഈ മുട്ടിലുണ്ടാകുന്ന വേദനകളൊക്കെ മാറും, കാലിലുണ്ടാകുന്ന തരിപ്പൊക്കെ മാറും. പിന്നെ ഒന്ന് ആയുർവേദത്തിൽ ഈ തവിട് മാറ്റി അരിയാക്കിയാൽ അവിടുന്ന് കുറേശ്ശെ ഈ ന്യൂട്രീഷൻ, ഈ അരി കഴുകിയ വെള്ളമുണ്ട്, ഈ അരി കഴുകിയ വെള്ളം കാടി എന്ന് പറയും. ഈ കാടി കൊണ്ട് ധാര ചെയ്യും. ഈ ഡയബറ്റിക് ന്യൂറോപ്പതി അങ്ങനെ കാലിലൊക്കെ തരിപ്പും വേദനയൊക്കെ ഉള്ള ആൾക്കാർ കാടി ചൂടാക്കിയിട്ട് ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഫലപ്രദമാണ്. അതുപോലെ ചില ലേപനങ്ങൾ, നമ്മൾ ഈ ജടാമയാദിയാണ്, ചില ലേപനങ്ങളൊക്കെ ഈ കാടിയിൽ അരച്ചിട്ട് ചൂടാക്കി പേസ്റ്റ് പോലെയാക്കി നീരുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നീരിനെ വലിച്ചെടുക്കും. അതോടൊപ്പം ഈ കാടിയിൽ ഉണ്ടാകുന്ന ചില ന്യൂട്രീഷൻസ് അകത്തേക്ക് വലിച്ചെടുക്കും. അങ്ങനെ വളരെ ഫലപ്രദമാണ് ഇതിൻ്റെ ഉപയോഗം. പിന്നെ ഈ അരിയിൽ 2 വിധത്തിൽ അരിയുണ്ട്, ഈ പുഴുങ്ങലരി എന്നും ഉണക്കലരി എന്നും. ഉണക്കലരി എന്ന് വെച്ചാൽ പച്ചരി. ഈ 2 വ്യത്യാസം വെച്ചാൽ പുഴുങ്ങലരി ഗുരുവാണ്, അതായത് ദഹിക്കാൻ പ്രയാസമാണ്. ഉണങ്ങലരി അല്ലെങ്കിൽ പച്ചരി ലഘുവാണ്, പെട്ടെന്ന് ദഹിക്കും. അതുകൊണ്ട് തന്നെ ഈ ഉണങ്ങലരിയാണ് അല്ലെങ്കിൽ പച്ചരിയാണ് നമുക്ക് കൂടുതൽ ശരീരത്തേക്ക് നല്ലത്. ഇങ്ങനെ 2 വിധത്തിൽ ഈ അരിയുടെ ഈ ഉപയോഗം നമ്മൾ പറയും. പിന്നെ ഈ അരിയുടെ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കഞ്ഞിയായിട്ട് ഉപയോഗിക്കാം, ചോറായിട്ട് ഉപയോഗിക്കാം, വറുത്തിട്ട് അവലോസ് കൂടി ഉപയോഗിക്കാം. ഇതിനൊക്കെ ഓരോ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഗുരു ലഘു വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം ഓരോരോ ശരീരപ്രകൃതിക്കനുസരിച്ച്, രോഗത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചാണ് ആയുർവേദം പറയുന്നത്.